സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അർജൻറ്റായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജൻറ്റ് കാര്യം നിങ്ങളോട് പറയേണ്ടതുകൊണ്ടാണ്. എന്താ കാരണം എന്നല്ലേ, അതായത് ആദ്യം തന്നെ നിങ്ങൾ ഈ സ്ഥലക്കേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൈബാണ്, ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. ഇതുപോലെയുള്ളൊരു സംഭവം നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ കണ്ടെത്തുന്നത് ഞാനാണ്. എന്തിനാണ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ മിന്നിത്തെളിയുന്നത് കണ്ടത്. വേറെ ഒന്നുമല്ല, അതായത് നമ്മുടെ ഇവിടുത്തെ അപകടം ഉണ്ടല്ലോ, നമ്മളെ ആലപ്പുഴയിലുള്ള അപകടം, അതിൻ്റെ അകത്ത് വണ്ടി വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. അയാൾ പറയുന്നത് ഞാൻ വാടകയ്ക്ക് കൊടുത്തതല്ല, എനിക്ക് 1000 രൂപ അവരിട്ട് തന്നത് ഞാൻ ചെലവിന് വേണ്ടി കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടിപ്പ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് ഇപ്പോൾ സമ്മതിക്കാനൊന്നും കഴിയില്ല. വാടക കൊടുത്തിയാന്ന് പറഞ്ഞ് സമ്മതിച്ച് കഴിഞ്ഞാൽ അയാളെ ചിലപ്പോൾ 1-ാം പ്രതിയായിട്ട് കേസ് എടുക്കുമെന്നുള്ളൊരു പേടി അയാൾക്കുണ്ട്. കാരണം അയാൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അയാളോട് ചെറിയൊരു വിരോധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു വണ്ടി കച്ചവടക്കാരനാണ്. സ്വാഭാവികമായിട്ടും വണ്ടി കച്ചവടക്കാരനാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കാൻ വെച്ച് അവിടെ വണ്ടി ഉണ്ടാവും. ആ വണ്ടി പിള്ളമാർ ചോദിച്ചിട്ടുണ്ടാകും, ഇയാൾ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ സത്യം തന്നെയാണ്. അപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹോസ്റ്റൽ വാർഡന്മാർ, ഈ ഹോസ്റ്റൽ നടത്തിക്കുന്നവന്മാർ എവിടെയാണ്? ഈ ഹോസ്റ്റൽ നടത്തിക്കുന്നവന്മാർ എങ്ങനെയാണ് 9:30 മണി കഴിഞ്ഞ് ഈ കുട്ടികളെ വെളിയിൽ വിട്ടത്? പിന്നെ രണ്ടാമത് എനിക്ക് ചോദിക്കാനുള്ളത് മാതാപിതാക്കളോടാണ്. അതിലൊരു കുഞ്ഞ് ഇവിടെ സിനിമക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ മഴയാണ് പോകണ്ട, എന്നിട്ടും ആ പയ്യെ പോയി എന്നാണ് പറയുന്നത്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആ മാതാവിന് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിക്കാമായിരുന്നു, ഇല്ലെങ്കിൽ മറ്റു മറ്റു അതോറിറ്റിയെ വിവരം അറിയിക്കാമായിരുന്നു. ഇതൊന്നും ഇവർ ചെയ്തിട്ടില്ല. അതായത് ഇവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം പ്രതിയാക്കേണ്ടത് ഈ ഹോസ്റ്റലുകാരെയാണ്. ആ ഹോസ്റ്റലുകാരുടെ പേര് ആരും പറയുന്നില്ല. അപ്പോൾ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹോസ്റ്റലിൽ നടത്തിപ്പുകാർ എന്ത് ചെയ്യാനാണ്? ചില ഹോസ്റ്റലുകളിൽ ഞാൻ അന്വേഷിച്ചപ്പോഴും പറഞ്ഞാൽ വാർഡന്മാർക്ക് പൈസ കൊടുക്കുന്ന പരിപാടി വരെയുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെ കള്ളു കുടിക്കുക, കുട്ടികളെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വാർഡന്മാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്നാൽ ഇതിൻ്റെ അകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വല്ലപ്പോഴും ഇങ്ങനെ പുറത്തു പോകാം, അതുപോലെ തന്നെ പുറത്തുള്ളവന് അകത്തേക്ക് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോളേജ് ഹോസ്റ്റലുകളിൽ നടത്തുന്നുണ്ട്. ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഒരു തടയിടുവുണ്ട്. എന്താ വെച്ചാൽ പുറത്ത് പോയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ പുറത്ത് താമസം അടുത്ത വീട്ടിലാണ് ഇവിടുത്തെ താമസിക്കുന്നത്, കോളേജിൽ പഠിക്കുന്നതാണ്. പക്ഷെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഹോസ്റ്റലിലാണ്. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിദ്യാർത്ഥി ഉണ്ടല്ലോ, നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു. ആ ചെറുക്കനെ ഇതേപോലെ ഒരുപാട് പിള്ളേർ കൂടിയിട്ട് അടിച്ച് കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നുള്ള ഒരുപാട് പേര് ഈ ഹോസ്റ്റലിലേക്ക് വരാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകണം. ഇവിടെയും നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 9 മണിയായി കഴിഞ്ഞാൽ കുട്ടികൾ എന്തിന് പുറത്തു വിട്ടു? ഇനി 10 മണിയാണെങ്കിൽ തന്നെ ഈ കുട്ടികൾ 10:30 മണീൻ്റെ സിനിമ കണ്ടു വരാൻ എങ്ങനെയായാലും 1 മണി ഇല്ല ഒരു 12 മണിയാകും. കുട്ടികളെ അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? സിനിമ കാണാനാണോ? എല്ലാവർക്കും എൻജോയ് ചെയ്യണം, എല്ലാ കാര്യവും ചെയ്യണം. പക്ഷേ ഇതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട്. നിങ്ങൾക്ക് ഒഴിവ് ദിവസം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ. മാതാപിതാക്കൾ നിങ്ങളെ വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കൂടെ കൂട്ടുകൂടാനോ മറ്റുള്ളവൻ വിളിക്കുന്നതിന് ചേർന്ന് നിൽക്കാനോ അല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാഹുവിനെ ഇപ്പോൾ അവരുടെ ആ ഒരു വണ്ടി കൊടുത്ത അയാൾ എന്തായാലും ഹമീദ് എന്ന് പറഞ്ഞ അയാളുടെ പേര്. അപ്പോൾ ആ ചെങ്ങാതിനെ നമുക്ക് വേണമെങ്കിൽ കുറ്റം പറയാം. പക്ഷെ അയാൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വാടക കൊടുത്തതല്ല, അത് ചെലവിന് വേണ്ടി കൊടുത്താണ്, അവൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഞാൻ ചെലവിന് കൊടുത്താണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അയാൾ പറയുന്നത് കുറച്ച് നുണയാണെന്ന് അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പാവല്ലേ, പോയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരുത്തനെ മാത്രം നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഇത് ആവർത്തിക്കരുത്. ഓരോ അപകടം വരുമ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇനി ഇത് ആവർത്തിക്കരുത്. ആര് പറഞ്ഞ് ഇതന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സംഭവം വരുമ്പോൾ നമ്മളൊരു 10 ദിവസം ഇത് ചർച്ചയ്ക്ക് വെക്കും. അത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? വേറെ വഴിക്കങ്ങ് പോകും. അതാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ പുറകെ ആര് പോകാനാണ്? നിങ്ങളെന്ന് പറ. ഒരാളും പോകാൻ വേണ്ടി പോകുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആ ഹോസ്റ്റലുകളിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നില്ലേ, നമ്മുടെ കേരളത്തിന് പുറത്ത് ഈ ഹോസ്റ്റലുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരിതുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ കയറണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മലയാളികളുള്ളവർക്ക് ഇല്ല കേട്ടോ. മലയാളികളുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊളാക്കിയിട്ടുണ്ട്. അവന്മാർക്ക് പിന്നെ സമയവും ഇല്ല, ഇതുമില്ല. ഒന്നാമത് എന്ന് പറഞ്ഞാൽ പൂത്ത പണല്ലേ.
ഈ പഠിക്കാൻ വരുന്ന പിള്ളമാർക്ക് എന്തിനാടോ 5-6 ലക്ഷം ഉറുപ്പ്യൻ്റെ വണ്ടി? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പിള്ളേരോട് പറയേണ്ട ഒരു കാര്യം, തന്തിയും തള്ളി എത്ര വേണമെങ്കിലും സമ്പാദിച്ചോ, നിങ്ങൾക്ക് ഒരുപാടുണ്ടാവും, സമ്പാദിച്ചോ. പക്ഷെ നിങ്ങളെന്ത് ചെയ്യണമെന്നറിയാം, കുട്ടികളോട് പറയാം, മക്കളെ നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങൾ പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് വരുമാനം വരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചോ. അല്ലാതെ നമ്മൾ ഈ എന്താ പറയേണ്ടത്, എൻ്റെ മോൻ പോകുന്നത് സുസുക്കിയുടെ വണ്ടിയിലാണ്, എൻ്റെ മോൻ പോകുന്നത് BMW-യിലാണ്, ഇതൊക്കെ പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അനവധി പൈസ മുടക്കിയിട്ട് ഇതിനിടയ്ക്ക് ഒരുത്തം കണ്ട് എന്താണെന്നറിയാം, എൻ്റെ മോൻ SLCക്ക് ഫുള്ള് A+ ആണ്. ഞാൻ ചോദിച്ചു അതിനെന്താ, എന്തോ സമ്മാനം കൊടുക്കണ്ടേ? ഞാൻ ചോദിച്ചു എന്താ പറയുന്നത്, ഒരു സൈക്കിളങ്ങാറ്റം മേടിച്ചു കൊടുക്കും. സൈക്കിൾ ഈ കാലത്താ, ബൈക്ക് വേണമെന്നാണ് പറയുന്നത്. ഞാൻ ഓടിച്ചവനായിരുന്നു, പോടയായിരുന്നു എന്ന് പറഞ്ഞു അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടെങ്കിൽ ഒരു 18-20 വയസ്സാകട്ടെ. അപ്പോൾ ഈ പഹയൻ പറയുന്ന കാര്യം എന്താ അറിയാം, അല്ല ഓൻ ഏടിങ്ങിന് പോണ്ടിക്കില്ല, ഇപ്പോൾ ഓൻ്റെ അമ്മ ഓന് ഏടിങ്ങും പോണ്ടിക്കില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഓട്ടോറിക്ഷ വിളിക്കണ്ടേ, അതിന് പകരമായിട്ട് ഇതല്ലേ നല്ലത് എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അല്ലടോ മോൻ ഇനി ലൈസൻസ് ഒന്നും വേണ്ടേ, വീട്ടിൻ്റെ അടുത്ത് വീടിയെ പോകാൻ എന്തിനാ ലൈസൻസ് എന്നാണ് ചോദിക്കുന്നത്. ആദ്യം ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് വിളിച്ചു വരുത്തുന്ന അപകടങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഈ സംഭവം നടക്കും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം അയാൾ എടുക്കുന്ന ഇപ്പം വണ്ടി വാടകയ്ക്ക് എടുത്തു എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ നടന്നത് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അതായത് ഇയാൾ വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കൂ, അതാണ്. ഇനിയിപ്പോൾ ഈ ചങ്ങായി വാടകയ്ക്ക് തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അടുത്ത ആളെടുക്കുന്ന മേടിക്കൂ. ഇതാരും കൊടുക്കുമ്പോഴൊന്നും ആലോചിക്കുന്നില്ലല്ലോ. ഈ കൊടുക്കുമ്പോൾ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു, ഒരാൾ പോലും കരുതുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാപ്പുറത്ത് വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലിങ്ങനെ കടിച്ചു തൂങ്ങിക്കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലൊരു ഇന്നോവയുണ്ട്, ഇവിടെ നിന്ന് എവിടെ ഒരു എയർപോർട്ട് പോകാനുണ്ട്, ഈ വീട്ടിൽ തന്നെ ഡ്രൈവിങ്ങും അറിയാം. ഓൻ പോയി ചോദിക്കൂല്ലേടോ വാ ഇന്നോവയൊന്നും ഓട്, ഞാനൊന്ന് പോട്ടേന്ന്. അത് കഴിഞ്ഞ് അത് എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ മറ്റൊൻ്റെ പേരിൽ കേസിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ആ പോകാനുള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഈ 5 വീട്ടുകാർക്കാണ് പോയത്. ആ 5 വീട്ടുകാർക്ക് വണ്ടി ഓടിച്ചവനും കുഴപ്പമില്ല, മറ്റുള്ളവനും ഒരാൾക്കും ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ മോചിതരാകും. പക്ഷേ ഇതിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ 5 കുടുംബങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനിയും തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മക്കളെ ഇതുപോലെയുള്ള കുറേ ടീമുണ്ടാകും, അവരൊന്നും കൂടെ നിങ്ങൾ കൂടരുത്, പോകരുത്. നിങ്ങളെ വിടുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ പഠിക്കുക. അല്ലാതെ നിങ്ങൾ പോയിട്ട് ബൈക്കിൽ കയറി പോകാനോ ഇല്ലെങ്കിൽ ടൂർ പോകാനോ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇവിടെ ഇറങ്ങരുത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഒരു 5 കോളേജ് പിള്ളേർ അവിടെ ഉണ്ടാകും. അതായത് ഇവരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു വലിയൊരു സംഭവമാണ്, നമ്മളെന്തോ അങ്ങ് ഒരു രാജാവാണ്, നമ്മളെന്തോ ഷൈനിങ്. എൻ്റെ കുഞ്ഞു മക്കളെ, ഈ ഷൈനിങ് ഒക്കെ ആർക്കാണ് വേണ്ടത്? ഒരാൾക്കും വേണ്ട ഈ ഷൈനിങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ളൊരു ചാറ്റൽ മഴ വന്നു കഴിഞ്ഞാൽ തീരാനുള്ള ഷൈനിങ്ങേ നമ്മളൊക്കെ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമ്മാതിരി ഷൈനിങ്ങിനൊന്നും പോകാതെ ഇരുന്നാൽ നല്ല രീതിയിൽ എന്താ പറയേണ്ടത്, എന്താ 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 സീനറി നോക്കിയിട്ട് ഇതൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇമാതിരി സീനറിയെല്ലാം കാണിക്കുക നമ്മളെ വീഡിയോ തന്നെ കാണാറുണ്ട്. നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ സീനറിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവരിങ്ങനെ മനസ്സിലാക്കും ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഒന്നും പഠിക്കണ്ട, നമ്മളെല്ലാ ദിവസവും പെരുമാറുന്നു. നന്ദി, നമസ്കാരം. ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കാഴ്ചയിലൊന്ന് കണ്ടോട്ടായിരുന്നു എല്ലാവരും. കാരണം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവുമായിരുന്നു. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേടിയ സ്ഥലം നോക്കി. ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീൻകുന്ന് ബീച്ചാണ്. അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ പിന്നെ കാണുന്നത്. കൃത്യമായിട്ട് ഇത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.